എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം? ഈ ചോദ്യം നമ്മുടെ എല്ലാ മനസ്സിൽ പലപ്പോഴും ഉയർന്നു വരുന്ന ഒന്നാണ്. സ്വാതന്ത്ര്യം എന്നാൽ ആർക്കും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണോ, അതോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാനുള്ള ഒരു അവസരമാണോ? യഥാർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം അതിനും അപ്പുറമുള്ള ഒരാശയമാണ്. അത് നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ജീവിതത്തെയും നയിക്കുന്ന ഒരു ശക്തിയാണ്. ഓരോ മനുഷ്യനും സ്വപ്നം കാണുന്നതും വിലമതിക്കുന്നതുമായ ഒരു ആശയമാണ് വ്യക്തി സ്വാതന്ത്ര്യം. എന്നാൽ ഈ വാക്കിന് പലപ്പോഴും തെറ്റായ അർത്ഥം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യം എന്നാൽ ആരുടെയോ നിയന്ത്രണങ്ങളില്ലാതെ എന്തും ചെയ്യാനുള്ള അവകാശമാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം അതിലും ആഴത്തിലുള്ളതും ഉത്തരവാദിത്വബോധം ആവശ്യമുള്ളതുമായ ഒരു ആശയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണ്. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ കഴിയൂ. സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം താല്പര്യങ്ങൾ പിന്തുടരാനും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാനും വ്യക്തി സ്വാതന്ത്ര്യം നമ്മെ സഹായിക്കുന്നു. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ പുരോഗതിക്കും ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം? വ്യക്തി സ്വാതന്ത്ര്യം എന്നത് സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കാനുള്ള കഴിവാണ്. സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ആശയങ്ങളും രൂപപ്പെടുത്താനുള്ള അവകാശം. മറ്റൊരാളുടെ സ്വാധീനത്തിലോ നിർബന്ധത്തിനോ വഴങ്ങി അല്ലാതെ സ്വന്തം യുക്തിക്കനുസരിച്ച് ചിന്തിക്കുക. തൊഴിൽ, വിദ്യാഭ്യാസം, ജീവിത പങ്കാളി, രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം. തൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും ഭയമില്ലാതെ പ്രകടിപ്പിക്കാനുള്ള അവകാശം. ഇത് സംസാരം, എഴുത്ത്, കല എന്നിവയിലൂടെയാകാം. ഒരാളുടെ ശരീരത്തിന്മേലുള്ള അവകാശം. മറ്റൊരാളുടെ ഇടപെടലുകളില്ലാതെ എവിടെയും സഞ്ചരിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് നിയമങ്ങളുടെയും സാമൂഹിക മര്യാദകളുടെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇവിടെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നിയമങ്ങളോ സാമൂഹിക മൂല്യങ്ങളെയോ മറ്റുള്ളവരുടെ വികാരങ്ങളെയോ പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന അവസ്ഥയാണിത്. ഇത് സമൂഹത്തിൽ സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകും. ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഉച്ചത്തിൽ പാട്ട് വയ്ക്കാം. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ആ പാട്ട് കാരണം അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് അരാജകത്വമായി മാറുന്നു. ഇവിടെയാണ് ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും കരുതുന്നത് ഉത്തരവാദിത്തങ്ങൾ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഉത്തരവാദിത്തമില്ലാത്ത സ്വാതന്ത്ര്യം അരാജകത്വത്തിലേക്ക് നയിക്കും. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെയും സമൂഹത്തിന് ദോഷകരമാകാതെയും ഉപയോഗിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അർത്ഥപൂർണമാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തി സ്വാതന്ത്ര്യം ഉത്തരവാദിത്തത്തോടെ അനുഭവിക്കാൻ ചില വഴികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഇഷ്ടങ്ങളും ശക്തിയും പരിമിതികളും മനസ്സിലാക്കുക. ഇത് നമ്മുടെ തീരുമാനങ്ങളെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ പോലെ തന്നെ മറ്റുള്ളവർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ട്. അവരെ ബഹുമാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും ചെയ്യുക. സമൂഹത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് നിയമങ്ങൾ അനിവാര്യമാണ്. അവ പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കൂടുതൽ സുരക്ഷിതമായി അനുഭവിക്കാൻ സാധിക്കണം. നാം ജീവിക്കുന്ന സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കണം. നമ്മുടെ ഓരോ പ്രവർത്തനവും സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുക. നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിൽ ഒരു പാലം പണിയണം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് മുകളിൽ വരാൻ അനുവദിക്കരുത്. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കുള്ള സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിക്കുമ്പോഴും സമൂഹത്തിന്റെ ഭാഗമായ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കടമകൾ മറക്കാതിരിക്കുക. ചുരുക്കത്തിൽ യഥാർത്ഥ വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്തത്തിനുള്ള ഒളിച്ചോടാനുള്ള ഒരു മാർഗമല്ല, മറിച്ച് ഉത്തരവാദിത്തങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാനുള്ള അവസരമാണ്. ഇത് നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതം കൂടുതൽ മനോഹരമാക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തത്തോടെ ആസ്വദിച്ചു തുടങ്ങാം.